Good morning, dear students, and welcome back to my class. I hope you all understood the last class where we learned about Kadam Ek, okay, and the chapter about monsoon and rainy season. So, this time we have again one more exciting chapter, okay, all right. I hope you all are ready for the class, and I need your full participation, and I'm happy about the last time you participated so much. You all did your work very good, and I'm happy about that. So this time also I need all of your works. I need full participation, honesty and punctuality. All right, so हम शुरू करते हैं. कदम दो, സർക്കസ് की झलके. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പാഠം, നമ്മളെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ പാഠം. ഓക്കെ, അതിൻ്റെ പേരാണ് സർക്കസ് കി ഝലക്ക്. ഈ സർക്കസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം എല്ലാവരുടെയും മനസ്സിലൊരു ഫോട്ടോ വന്നിട്ടുണ്ടാവുന്നു. ഐ നോ ദാറ്റ് എവ്രി വൺ ഓഫ് യു വുഡ് ബി തിങ്കിങ് അബൌട്ട് സർക്കസ് റൈറ്റ് നൗ. ഓൾറൈറ്റ്, യെസ്, ഐ നോ, ലൈക്ക് വി ഓൾ ഹാവ് വെൻ ടു സർക്കസ്. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ആരുടെ ഒന്നെങ്കിലും പാരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ കസിൻസിൻ്റെ കൂടെ സർക്കസ് പോയിട്ടുണ്ടാവും അല്ലേ, എല്ലാവരും. സോ ഈ ചാപ്റ്ററും അതിനെ പറ്റിയാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർക്കസ്. സർക്കസ് കി ജലക്കെ എന്ന് പറഞ്ഞാൽ എ ഗ്ലിംപ്സ് ഓഫ് സർക്കസ്. നമ്മളെ സർക്കസിലൂടെ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു കാഴ്ച, നമ്മൾ ആരെങ്കിലും ഒരാൾ കാഴ്ച, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണിച്ചു തരാൻ എങ്ങനെയാണ് സർക്കസ്, അത് ഒരു സ്റ്റോറിയിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അന്തർ ക്യാ ഹോ രഹാ ഹെ. അതായത് ആ ഫോട്ടോയിൽ കണ്ടോ, ആ ഒരു ഭംഗിയുള്ള ഫോട്ടോ കണ്ടോ, ആ ഫോട്ടോയ്ക്ക് അന്തർ മേ ക്യാ ഹോ രഹാ ഹെ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ഫോട്ടോ. എന്താണ് അവിടെ ഉള്ളിൽ സംഭവിക്കുന്നത് ഒന്ന് നോക്കിയാലേ. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എന്തായാലും ഉള്ളിൽ നിങ്ങൾ പറ. ആണല്ല, നിങ്ങൾ എന്തായാലും യു ഹാവ് ടു ഗിവ് മീ ആൻസർ ഫോർ ദാറ്റ്. ദിസ് ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, ക്യാ ആപ്നെ കഭി സർക്കസ് ദേഖാ ഹെ. നിങ്ങൾ എപ്പോഴെങ്കിലും സർക്കസ് ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഐ വോണ്ട് യു ടു റൈറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട് ഫോർ അറൗണ്ട് ഒരു 10 സെൻറ്റൻസ് മാക്സിമം. ഓക്കെ, ഐ വോണ്ട് യു ടു റൈറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ യുവർ ഹിന്ദി നോട്ട് ബുക്ക് അബൌട്ട് സർക്കസ്. എന്തായാലും എഴുതിക്കോളൂ. ഇത് നിങ്ങളുടെ സെക്കൻഡ് വർക്കാണ്. ഓക്കെ, ഞാൻ വർക്ക് പോകുന്നതോട് കൂടി തരും. ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതൊക്കെ ടോട്ടൽ വർക്ക്സ് ഉണ്ട്. ഓൾറൈറ്റ്, അപ്പം തുടങ്ങിയല്ലേ. എനിക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് എൻ്റെ ഒരു ഓർമ്മ തന്നെ ഉണ്ട്. പണ്ട് സർക്കസിന് പോകുമ്പോൾ बहुत सारे जानवरों होते हैं, उसका खिलाड़ियों होते हैं और जोकर आते हैं. वो छोटा सा जोकर आते हैं हमें खुश करने के लिए. और लाइक मन भरता है जब लौट आते हैं घर में, मेरा मन भरता है, ऐसी है. So I want you to write experience in Hindi itself. Write it wonderfully, okay? We all remember the circus. We all remember those days when we went to circus. All right? So the first question is, अंदर क्या हो रहा है? Based on the page number, for the first page number 21, which I shared to you. And the second question is, क्या आपने कभी circus देखा है? നിങ്ങൾ എപ്പോഴും സർക്കസ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു 10 സെൻറ്റൻസിൽ എഴുതാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇനി നമ്മൾ സെക്കൻഡ് പേജിലേക്ക് പോകുന്നു, പേജ് നമ്പർ 22. അതിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മുടെ തുടങ്ങുന്ന ഭാഗം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എൻ്റെ കൂടെ വായിക്കുക. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഭാഗം വായിക്കും. ഫുള്ള് ഞാൻ ആദ്യം വായിച്ചു തരും. കുറച്ചുണ്ട്, എന്നാലും ഞാൻ ഫുള്ള് വായിച്ചു തരും. അപ്പം നിങ്ങൾ എന്താക്കുക, ഇത് വായിക്കാൻ നോക്കുക എൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വായിക്കുകയും ഒപ്പരം വായിക്കുകയും എല്ലാം ചെയ്യും. ഓക്കെ, डम डम ढम ढम ढोल बजा, गांव से सर्कस आया, हनीफा और रमेश सर्कस देखने आए, घंटी बजी, बाजा बजने लगा, സർക്കസ് शुरू हुआ. ഓക്കെ, അപ്പം സർക്കസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള മേലാഹളങ്ങൾ എന്തൊക്കെ ഉണ്ടാവുക, അവിടെ എന്തൊക്കെയാണ് പറയുക, എന്തൊക്കെ ഒച്ച ഉണ്ടാവുക, അത് അവിടെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം സർക്കസ് തുടങ്ങി കഴിഞ്ഞില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ വരാൻ തുടങ്ങും, ഓരോ ആൾക്കാർ വരാൻ തുടങ്ങും. അപ്പം അതിനെ പറ്റിയാണ് പറയുന്നത്. ടപ്പ് ടപ്പ് കർത്തെ ഘോഡെ ആയ,
दो बोने जोकर आए, हनीफा और रमेश हंसकर लौट पोट हो गए. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി പേജ് നമ്പർ നമ്മൾ 24. एक मोटे आदमी के साथ 3 हाथी आए. मोटे आदमी ने एक बड़ा गेंद हाथी के पैर के पास फेंका. एक हाथी ने गेंद को पैर से मारा. गेंद आकर हनीफा की कुर्सी के पास गिरा. ഓക്കെ, അത് ഒരു ആനിമലിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതിപ്പം ഓരോ ആനിമൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത് സർക്കസിലുണ്ടാവുന്നത്. ഓക്കെ, ഇനി സൈക്കിൾ के ऊपर बंदर आया, 2 कुत्ते भी आए, दोनों ने आग के बीच से में छलांग लगाई. ओके, लोहे का एक घेरा बनाया गया, चाबुक लेकर एक आदमी आया, एक शेर का घेरे में लाया गया. शेर जोर जोर से दहाड़ रहा था और इधर उधर दौड़ रहा था. ओके, इन्हीं अवसानता भागम विच इज सर्कस खत्म हुआ. सब लोगों ने तालियां बजाई. हनीफा और रमेश खुशी से घर लौट गई. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പറ്റിയ ഒരു വോയിസ് ആണ്, അല്ലെങ്കിൽ ഒരു പേരാണ് നമ്മുടെ 2 ഫ്രണ്ട്സ്, ഹനീഫ. ഓക്കെ, ഹനീഫ ആൻഡ് രമേശ്, നമ്മൾ 2 ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾക്കും ഫ്രണ്ട്സ് ഉണ്ടാവും, ഞാനും നിങ്ങളുടെ ഫ്രണ്ടാണ് അല്ലേ? അതേപോലെ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഹനീഫ രമേശ്. ഈ ഹനീഫയും രമേശും സർക്കസ് കാണാൻ പോകുന്നു. അപ്പോൾ അവർ കാണാൻ പോയ സർക്കസിൻ്റെ കാര്യങ്ങളും അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞുതരും നമുക്ക്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് പേജ് നമ്പർ 23, ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന പേജ് നമ്പർ 23 എക്സ്പ്ലനേഷൻ. ഓക്കെ, സോറി 23 അല്ല 22 എക്സ്പ്ലനേഷൻ, ഫസ്റ്റ് പേജിൽ. റിയലി സോറി. സോ ഫസ്റ്റ് പേജ് 22 നമ്മൾ തുടങ്ങാം. ഓക്കെ, സോ ഢം 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 ഢോൽ ബാജ. സോ നമ്മളെപ്പോഴും ഒരു ഢോലിൽ വലിയ ഡ്രം ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഢം 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 എന്നുള്ള ഒച്ച വരില്ലേ, അതേ ഉള്ളൂ. ഇവിടെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ ആ കേൾക്കുന്ന ഒച്ച അത് വേർഡ്സിലേക്കാക്കി മാറ്റിയിട്ടാണ് ഇവിടെ ഡം ഡം. അല്ലാണ്ട് ഇത് വാക്കല്ല. ഡം ഡം ഫസ്റ്റ് 4 ഡം ഡം വാക്കല്ല. പക്ഷെ നമ്മൾ ആ കേൾക്കുന്ന ഒരു ഒച്ചയില്ലേ, അതൊരു വേർഡിൻ്റെ തരത്തിലാകുമ്പോൾ നമുക്ക് ആ വായിക്കും നമ്മുടെ മനസ്സിൽ വരും. ഡം 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 എന്നുള്ള ആ വലിയ ആ ഒരു ഡ്രം ആലോചിച്ച് നോക്കുക, അത് ഢോൽ ബജ. ഢോൽ ഇസ് നമ്മളെ ഡ്രം ബജ, ഡ്രം അടിച്ചു. ഓക്കെ, ഗാവ് സെ സർക്കസ് ആയ ഹെ. ഓക്കെ, ഈ വലിയ ഒച്ച കേട്ടാൽ തന്നെ എവ്രി വൺ നോസ് ദാറ്റ് ദ സർക്കസ് ഹാസ് കം. ഓക്കെ, അപ്പം ഗാവ് സെ സർക്കസ് ആയ ഹെ, അപ്പം സർക്കസ് വന്നിരിക്കുന്നു വില്ലേജ് എന്ന്. ഓൾറൈറ്റ്, ഗാവ് സെ സർക്കസ് ആയ ഹെ. ഹനീഫ और रमेश സർക്കസ് देखने आए. ഹനീഫയും ആൻഡ് രമേശ് സർക്കസ് देखने आए. ഹനീഫ और രമേശ് സർക്കസ് കാണാൻ പോയി. ഓക്കെ, നമ്മളെ പോലെ തന്നെ എല്ലാം എക്സൈറ്റഡ് ആയിട്ട് ഹനീഫ രമേശും സർക്കസ് കാണാൻ പോയി. അപ്പം സർക്കസ് തുടങ്ങാനായിട്ടോ. അപ്പം എന്താ ഫസ്റ്റ് ഉണ്ടാവുക, നമ്മളെ സ്കൂളൊക്കെ തുടങ്ങാനായി ആദ്യം എന്താ ഉണ്ടാവുക, ഘണ്ടി ബജി. നമ്മളെന്താക്കും, ബെല്ലടിക്കും. സോ സർക്കസിൻ്റെ ബെല്ലടിച്ചു. ബാജ ബജ്നെ ലഗെ. ഈ ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ബാജ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓർക്കസ്ട്ര എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പാട്ട് ട്യൂണുകൾ എല്ലാ സർക്കസിനും ഉണ്ട് ഒരു ഓർക്കസ്ട്ര. പറഞ്ഞാൽ അവരെ എല്ലാവരും കൂടി പാടുക, ഡ്രംസ് അടിക്കുക, ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് അടിക്കുക അല്ലേ. അപ്പോൾ ബാജ ബജ്നെ ലഗ. ബാജ എന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്ര, ബജ്നെ ലഗ, പാടാൻ തുടങ്ങി. സർക്കസ് ഷുറു ഹുവ. ഓക്കെ, അപ്പോൾ സർക്കസ് ഷുറു സ്റ്റാർട്ടായി. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സർക്കസ് തുടങ്ങണേ മുന്നേ ഉണ്ടാകും സംഭവം. അപ്പോൾ ഫസ്റ്റ് ഢോൽ അടിക്കും. അപ്പോൾ തന്നെ ആൾക്കാർക്കറിയാം ഗാവ് സെ സർക്കസ് ആയ ഹെ, സർക്കസ് വന്നിരിക്കുന്നു എന്ന്. ഹനീഫ और രമേശ് സർക്കസ് കാണാൻ പോയി. അപ്പം ഫസ്റ്റ് ബെല്ലടിച്ചു, ഘണ്ടി ബജി. അങ്ങനെ ബാജ ബജ്നെ ലഗ. അപ്പോൾ അവിടെ ബെല്ലടിച്ച് കഴിഞ്ഞപ്പം സർക്കസ് തുടങ്ങിയല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ ഓർക്കസ്ട്ര അടിക്കാൻ തുടങ്ങി, പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ സർക്കസ് ഷുറു ഹുവ. അപ്പോൾ ഓർക്കസ്ട്ര പാടിയതോടെ എല്ലാവർക്കും മനസ്സിലായി സർക്കസ് തുടങ്ങി. അപ്പോൾ ഇനി സർക്കസിൽ എന്താണ്ടാവും, ഓരോ ആൾക്കാർ വരും, ഓരോ ആനിമൽസ് വരും അല്ലെ, ഓരോ മൃഗങ്ങൾ വരും.
कई तरह का जानवर आएगा, जोकर आएगा, शेर आएगा, हाथी आएगा. तो वो सब यहाँ लिखा हुआ है, मैं आपको पढ़ाता हूँ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ്റ്റ് വരുന്ന ടപ്പ് ടപ്പ് കർത്തെ ഘോടെ ആയ. ടപ്പ് ടപ്പ് എന്നുള്ള ആരാ ഉണ്ടാക്കൽ? നമുക്കിങ്ങനെ ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ പോകുന്നൊരു ആനിമലില്ലേ, നമ്മളെല്ലാവരും മുകളിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഘോഡ. ഘോഡ എന്ന് പറഞ്ഞാൽ ഹോഴ്സ്, നമ്മളെ കുതിര. ഓക്കെ, ടപ്പ് ടപ്പ് കർത്തെ ഹുവേ ഘോഡയായ. ടപ്പ് ടപ്പ് എന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോ റിസെപ്റ്റേഴ്സാണ്. എന്ന് വെച്ചാൽ നമുക്ക് ടപ്പ് ടപ്പ് എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, ആ ഇത് ഈ ഒരു ആനിമലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ ഒച്ചയാണ്. അതാണ് ഓഡിയോ റിസെപ്റ്റേഴ്സ്. സോ അത് ടപ്പ് ടപ്പ് കരുത്തെ ഘോഡയായ. ടപ്പ് ടപ്പ് എന്നുള്ള ഒച്ച ഉണ്ടാക്കിയിട്ട് ഹോഴ്സ് വന്നു. വാ, അങ്ങനെ അതിൻ്റെ കൂടെ ദോ ബോനെ ജോക്കർ ആയ. ജോക്കർ എന്താണെന്ന് നമുക്കറിയാലോ. 2 ബോനെ ജോക്കർ ആയ. ബോനെ എന്ന് പറയുമ്പം ഡ്വാഫ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ജോക്കേഴ്സ് ഇല്ലേ, അവരും കൂടെ വന്നു. ഓക്കെ, സോ ടപ്പ് ടപ്പ് കർത്തെ ഘോഡെ ആയ, ഉസ്കെ സാത്ത് ദോ ബോനെ ജോക്കർ ആയ. അപ്പോൾ തന്നെ ഹനീഫ और രമേശ് ഹസ്കർ ലോട്ട് പോട്ട് ഹോ ഗए. ഹനീഫ രമേശും ഹസ്കർ എന്ന് പറയുമ്പോൾ ചിരിച്ചിട്ട് ലോട്ട് പോട്ട് അവിടെ തിരിഞ്ഞും മറിഞ്ഞും ഇരുന്ന് അവർക്ക് ചിരി കൊണ്ട് ആഹ്ലാദവും കൊണ്ട് നിറഞ്ഞിട്ട് നമുക്കില്ലേ ഇടയ്ക്കിടയ്ക്ക് ചില കോമഡി ആക്കുമ്പോൾ നമുക്ക് ചിരിച്ചിട്ട് ഇരിക്കാൻ പറ്റൂല. അപ്പം നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും അയ്യോ എന്ന് പറഞ്ഞിട്ട് വികൂലെ. അതേപോലെ ഹനീഫയും രമേശും. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹനീഫയും രമേശ് അങ്ങനെ തിരിഞ്ഞ് ചിരിച്ചു പോയെന്ന് തോന്നുന്നു? അതും ഇപ്പം നമ്മളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഹനീഫ और രമേശ് ക്യോं ഹസ്കർ ലോട്ട് പോട്ട് ഹോ ഗए. നമുക്ക് അവിടെ താഴത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, അത് എഴുതുക. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി പറയാം. ടപ്പ് ടപ്പ് കർത്തെ ഘോഡെ ആയെ, ദോ ബോനോ ജോക്കർ ആയെ, ഹനീഫ और രമേശ് ഹസ്കർ ലോട്ട് പോട്ട് ഹോ ഗए. ഓക്കെ, അപ്പോൾ ടപ്പ് ടപ്പ് എന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് ഹോഴ്സ് വന്നു. ദോ ബോനെ ജോക്കർ, 2 ഡ്വാഫ് ജോക്കേഴ്സ് കെയിം. ഹനീഫ और രമേശ് ഹസ്കർ ലോട്ട് പോട്ട് ഹോ ഗए. Hanifa and Ramesh was laughing and was falling and tossing on the ground. അതായത് ഹനീഫയും രമേശും ചിരിച്ച് മറുത്ത് തിരിഞ്ഞ് നിലത്ത് കിടന്ന് ഒഴഞ്ഞു പോയി. അങ്ങനെ നമ്മൾ ചിരിച്ചിട്ടൊരു കൺട്രോൾ കിട്ടില്ലല്ലോ, അത്രയ്ക്കും കോമഡി ആയി തോന്നി. ഓക്കെ, ഇതാണ് നമ്മളെ സെക്കൻഡ് സ്റ്റാൻസ. ഇനി തേർഡ് സ്റ്റാൻസ 23rd പേജ് ആയിരുന്നു. ഇനി 24th പേജിലേക്ക് തേർഡ് സ്റ്റാൻസ. തേർഡ് സ്റ്റാൻസയിൽ നമുക്ക് പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും ആരാ വരുന്നതെന്ന് അല്ലേ. നോക്കിയേട്ടെ, ആരാ വരുന്നത്? ഓക്കെ, एक मोटे आदमी के साथ 3 हाथी आए. ओके, मोटे आदमी ने एक बड़ा गेंद हाथी के पैर के पास फेंका. एक हाथी ने गेंद को पैर से मारा. गेंद आकर हनीफा की कुर्सी के पास गिरा. അപ്പം ഫസ്റ്റ് ലൈൻ ഇനി एक मोटे आदमी के साथ 3 हाथी आए. നിങ്ങൾക്ക് എന്തായാലും കാണില്ലേ ഈ വരികളൊക്കെ? ഓക്കെ, एक मोटे आदमी, ഒരു തടിച്ച ആളുടെ കൂടെ. മോട്ടേ എന്ന് പറയുമ്പം തടിച്ച്. ഓക്കെ, ഇപ്പോൾ മോട്ടാ പേഡ്. ഓക്കെ, മോട്ടാ ഫോൺ, നമ്മളെ ചില ഫോണൊക്കെ ഭയങ്കര തടിയായിരിക്കുമല്ലേ. മോട്ടാ പേഡ്, വലിയ തടിയുള്ള മരം. ഓക്കെ, സോ ഒരു മോട്ടേ ആദ്മി, ഒരു തടിച്ച ആദ്മി എന്ന് പറയുമ്പോൾ ഒരാളുടെ കൂടെ കെ സാത്ത് 3